ഓക്കെ എടാ, നിന്റെ ഐഫോൺ 12 എന്തുകൊണ്ടാണ് മാറ്റിയേ? അടിച്ച് അടിച്ച് ഓക്കെ, അങ്ങനെയാണ് ഐഫോൺ 12 മാറ്റിയിട്ട് 16 എടുക്കുന്നത്. ഓക്കെ, ഐഫോൺ 16 ഞാൻ ഇത് 8 മാസത്തോളം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 16 മേടിച്ചിട്ട് ഒരു 8 മന്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈക്ക് വർക്ക് ചെയ്യുന്നത് സെയിം പ്ലേസിലായതുകൊണ്ട് എനിക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താ പറയുക, ആ ഒരു 8 മാസത്തെ ഇതിൽ ഉള്ളൊരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് 8 മാസം മുന്നേ മേടിച്ച സമയത്ത് ഞാൻ ഇത് പറയുമായിരുന്നു, എടാ എനിക്ക് ഇതേപോലെ റിവ്യൂ ചെയ്യാൻ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇത് ടൈം ആയിട്ടുണ്ട്, സോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഐഫോൺ 12 നിന്ന് ഇവൻ ഈ ഐഫോൺ 16 വന്ന സമയത്ത് ഒരു 4 ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഈ 4 ജനറേഷൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആക്ച്വലി എന്താ പറയുക, അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ്. കാരണം ഒരു 4 ജനറേഷൻ ഡിഫറൻസ് ഇതിൽ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയും സ്റ്റിൽ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ശോകമാണ്. അതിൽ നിന്ന് ഇതിലോട്ട് വരുന്ന സമയത്ത് ഒരു 2 hours കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുള്ളൂ. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കോമ്പാക്റ്റ് ഫോണാണ്. പിന്നെ ക്യാമറ കൊള്ളാം, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ എന്ന് പറയുന്നത് ഫോട്ടോ അത്ര സെറ്റല്ല. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കുന്ന പല ഫോൺസും ഉണ്ട്. ഇതിൽ വീഡിയോഗ്രാഫി അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ വീഡിയോയിലും എന്തോന്നും ഡ്രോബാക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നൈറ്റ് ടൈമും ഇൻഡോറൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നോയ്സും ഉണ്ട്, ഫ്ലിക്കറിങ്ങും ഉണ്ട്. ലൈറ്റ് കുറഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലിക്കറിങ് ഉണ്ട്. ഫോട്ടോ എന്നുള്ള രീതിയിലും ശോകമുണ്ട്, നൈറ്റ് ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും ശോകമാണ്. അപ്പോൾ ലൈക്ക് ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങിലാണെങ്കിൽ വീഡിയോഗ്രാഫി ഓക്കെയാണ്. പിന്നെ ഇതിൽ സോഫ്റ്റ്വെയർ വരെയാണെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത് iOSൻ്റെ ആ ഒരു ടിപ്പിക്കലി ഉള്ളൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ. പ്ലസ് ഇതിൻ്റെ അത് 60Hz ഡിസ്പ്ലേ ആണ്. അപ്പം എന്താ പറയുക, ഭയങ്കര സ്മൂത്ത് ഒന്നും ആയിരിക്കത്തില്ല. ഇതിൻ്റെ ആനിമേഷനൊക്കെ എത്ര കിടിലെന്ന് പറഞ്ഞിരുന്നാലും ഒരു 120 Hz അല്ലെങ്കിൽ 144 Hz ഒരു ആനിമേഷൻ്റെ ഒരു സ്മൂത്ത്നെസ് ഇതിൽ എന്തായിരുന്നാലും വരാൻ പോകുന്നില്ല. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് ഇതിൻ്റെ പ്രൊസസ്സർ ഒക്കെ ആണെങ്കിൽ ഇതിലുള്ളത് A18 ചിപ്സെറ്റാണ്. ഇത് A18 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ A18 Pro നേരത്തെ 16 Proയിൽ 16 Pro Maxലുള്ള ആ A18 Proൻ്റെ അത്രയും ക്യാപ്പബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ A18 Pro എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും 20% അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റും കൂടെയാണ്. പിന്നെ അതേ കൂടാതെ തന്നെ ഇതിൽ 5 കോറാണ് A18. മറ്റേതെന്ന് പറഞ്ഞാൽ 6 കോറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡും ഡിഫറൻസ് ആണ്. ഇതിലെന്ന് പറയുന്നത് 3.8, മറ്റേതെന്ന് പറയുന്നത് 4.05 GHz ആണ്. അപ്പോൾ ആ ഒരു ക്ലോക്ക് സ്പീഡിൻ്റെ ഡിഫറൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ NPU ആയിരുന്നാലും അങ്ങനെ പല ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇത് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഓവർ പ്രൈസ്ഡാണ്. 84,998 rupeesന് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ പ്രൈസ്ഡാണ്. ഓക്കെ, Xiaomi 50 നോക്കുകയാണെങ്കിൽ 512GB 65,000 ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പിന്നെ അതിൻ്റെ സെൻസർ ആയിരുന്നാലും ഡിസ്പ്ലേ ആയിരുന്നാലും എല്ലാം പക്കയാണ്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഭയങ്കര ബെറ്ററാണ്. കാരണം 5200 mAh ബാറ്ററി ഉണ്ട്. ഇതിലെന്ന് പറയുന്നത് 3500 ഉള്ളൂ. പിന്നെ അതിൻ്റെ എന്താ പറയുക, ചാർജിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് കയറുകയും ചെയ്യും. ഇതിൻ്റെ എന്നൊക്കെ പറയുന്നത് ഒരു 1.5 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ ടൈം എടുത്താണ് ഇതിലും ചാർജ് കയറുന്നത്. പിന്നെ അതേ കൂടാതെ തന്നെ OnePlus നോക്കുകയാണെങ്കിൽ OnePlus 13s ഫാർ ബെറ്റർ UI. മനസ്സിലായില്ലേ? ഇപ്പം UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബ്ലോട്ട്വേഴ്സൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഇതിൽ വരുന്ന അപ്ഡേറ്റ്സിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ, ബഗ്സ് ആയിരുന്നാലും ഓരോ എന്താ പറയുക ഡിസ്പ്ലേ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നാലും ഡിസ്പ്ലേ ഇഷ്യൂസ് OnePlusന് വരാറുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ മാറ്റി തരുന്നതായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര റെയർലിയാണ് ഇവരിത് മാറ്റി കൊടുക്കുന്നതും. ആ ഒരു രീതി നോക്കുകയാണെങ്കിലും ഇപ്പം ഭയങ്കര ശോകമാണ് ഈ ഐഫോൺസ് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും. ഇപ്പം ഞാൻ ഇപ്പോൾ കോമ്പാക്റ്റ് ഫോൺസ് മാത്രമാണ് പറഞ്ഞത്. കോമ്പാക്റ്റ് ഫോൺസ് അല്ലാതെ തന്നെ OnePlus 13 ഉണ്ട്, IQ ഉണ്ട്, വിവോ ഉണ്ട്, ഓപ്പോൻ്റെ X8 Pro ഉണ്ട്. മനസ്സിലായില്ലേ? X8 ഉണ്ട്. X8 കോമ്പാക്റ്റ് സൈസ്ഡ് ഫോണാണ്. സോ ഇങ്ങനത്തെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ഇത് എന്തുകൊണ്ട് എടുക്കണം? ഇത് ഓവർ പ്രൈസാണ്. ഇതൊരു 50,000 60,000 വരെയാണെങ്കിൽ ഓക്കെ, മനസ്സിലായോ? കുഴപ്പമില്ലാത്തൊരു ചോയ്സാണ്. പക്ഷേ ഇതൊരു 84,000 ഇത് ഭയങ്കര ഓവർ പ്രൈസാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ എന്തെങ്കിലും ബഗ് വന്ന് എന്തെങ്കിലും ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ 34,000 തൊട്ട് 40,000 വരെയാണ് ഇതിന് ഡിസ്പ്ലേ കോസ്റ്റ് വരുന്നത്. ഫ്രീ ആയിട്ട് അവർ മാറ്റി തരുന്നില്ല. അത് ഭയങ്കര റെയർലിയാണ് അവർ മാറ്റി തരുന്നത് പോലും. ഇപ്പം ഐഫോൺ 13 നോക്കുകയാണെങ്കിൽ അത് ഡിസ്പ്ലേ ഇഷ്യൂസ് കുറേ പേർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പേർക്ക് ഫ്രീ ആയിട്ട് മാറ്റി കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ കൊടുക്കാത്ത ആൾക്കാർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടി ജസ്റ്റ് ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നാൽ പോലും അവർ മാറ്റി കൊടുക്കത്തില്ല. കാരണം അവർക്ക് എന്താ പറയുക, അവരെ സെയിൽസ് നോക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ വരുന്ന അപ്ഡേറ്റ്സിൽ വരുന്ന ബഗ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ലിറ്ററലി നേരിട്ട് കണ്ടിട്ടുണ്ട്. ലൈക്ക് ബ്രൈറ്റ്നസ് കൂട്ടി കുറച്ച് നിന്നിട്ട് അത് ബാക്ക് എടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ഗോസ്റ്റ് ടച്ച് പോലെ കൂടി കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വോളിയത്തിൻ്റെതും പിന്നെ ആപ്പ് എന്താ പറയുക, ക്യാമറ ആപ്പിൻ്റെ അകത്തുള്ള ബഗ്സ്. നേരത്തെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഫോട്ടോൻ്റെ പ്രിവ്യൂ എടുത്തിട്ട് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ലാഗൊന്നും ആക്ച്വലി എന്താ പറയുക, ഇതിൻ്റെ
എന്താ ഒരു 6000 കൂടുതലുള്ള ഒരു വിവോ X200 Pro ഉണ്ട്, അതിൽ പോലും ഇത്രയും ലാഗില്ല. അതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വർക്ക് ആവുന്നത് പോലും. 6000 റുപ്പീസ് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിൻ്റെ സെയിൽസ് ടൈം ആവുന്ന സമയത്ത് 90,000 സാധനം ഇപ്പോൾ ഒരു 80,000 വരെ കിട്ടും. അത് ഫാർ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ ക്യാപ്പബിലിറ്റി ആയിരുന്നാലും ഫോട്ടോ ക്യാപ്പബിലിറ്റി ആയിരുന്നാലും ഓരോ കാര്യങ്ങളും അതിൻ്റെ യു ആയിരുന്നാലും അത്യാവശ്യം ഇതിനെക്കാട്ടിയും ബെറ്റർ ആണ്. മനസ്സിലായില്ല? ആനിമേഷൻസ് ഒക്കെ ഇച്ചിരി ഇതാണെങ്കിലും OnePlus നിങ്ങൾക്ക് എടുക്കാം, മനസ്സിലായില്ലേ? ഓപ്പോ എടുക്കാം, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ഇതിനെ പകരം സാംസങ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ സാംസങ് ശോകമാണ്. ഇതേപോലെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക S25 നോക്കുകയാണെങ്കിൽ 256 നോക്കുകയാണെങ്കിൽ 80,000 ആണ്, മനസ്സിലായില്ലേ? 80,000 അതും വേർത്ത് അല്ല. കാരണം ഒന്നുമില്ല അതിൻ്റെ അകത്ത്. എന്താ പറയുക, കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്ന തന്നെ ആയിട്ടുള്ള ഹാർഡ്വെയർ ആണ്. അതിൻ്റെ പ്രൊസസ്സർ മാത്രമാണ് മാറിയിട്ടുള്ള 8 ഇതിൻ്റെ ഇതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഓരോ ഫോൺസിനും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഐഫോൺ നോക്കുകയാണെങ്കിലും എന്തോന്ന് സാംസങ്ങിൻ്റെ നോക്കുകയാണെങ്കിലും ഓഡിയൻസ് ബേസ് ചെയ്തിട്ട് അവർ ഫോൺ ഇറക്കുന്നില്ല. അവർക്ക് എന്താണ് നോക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം അങ്ങ് ഇറക്കി വിടുന്നു, മനസ്സിലായില്ലേ? ഇപ്പം ഈ 256 ഈ ഞാൻ പറഞ്ഞ 84,000 വരുന്നത്. 512 ഇപ്പം ഷയോമി എൻ്റെ ഫ്രണ്ടിൻ്റെ ഷയോമി 14 ആണ്. ഇതിൽ എടുക്കുന്ന പിക്ചേഴ്സ് ആയിരുന്നാലും ഇതിൻ്റെ അകത്ത് ഉള്ള ആനിമേഷൻസ് ആയിരുന്നാലും ഇതിനെക്കാട്ടി ഭയങ്കര ബെറ്ററാണ് iOS-നെ കാട്ടി, മനസ്സിലായില്ലേ? 120Hz ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അതേ കൂടാഞ്ഞിട്ട് തന്നെ ഇതിൽ 512 GB ആണെങ്കിലും 16 GB ഇവർക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എല്ലാ ഫോൺസിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. 512 ആക്ച്വലി 16 GB എക്സ്ട്രാ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് UFS-ൻ്റെ ബേസ് ചെയ്തിട്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AI നോക്കുകയാണെങ്കിൽ ഇവർ ഈ കഴിഞ്ഞ 18 iOS 18 ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു AI വരും, ഇവർക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ AI ഭയങ്കര ശോകമാണ്. ഇവരെ ഇപ്പം എന്താ പറയുക, ലൈക്ക് ഒബ്ജക്റ്റ് റിമൂവൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്നാപ്സീഡിലുള്ള ഹീലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അത് ഇതിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ AI ആയിരുന്നാലും ശോകമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പല കാര്യങ്ങളിലും ബഗ്സ് ഉണ്ട്. ഇപ്പോൾ കോളിൻ്റെ സമയത്ത് മറ്റേ എന്താ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതൊക്കെ എന്തോ ഭയങ്കര ശോകമാണ്. ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മലയാളി ഒരു ഹിന്ദി അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല, അവർ കട്ട് ചെയ്തിട്ട് അങ്ങ് പോകും. ഇതേ സമയത്ത് ഷയോമീൻ്റെ ഇപ്പം 14 നോക്കുകയാണെങ്കിലും ഈവൻ 14 പോലും ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉണ്ട്, മനസ്സിലായോ? കാരണം ഇപ്പം ഒരു പിക്ക് എടുക്കുന്ന സമയത്ത് സ്കൈസ് ആയിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള എഡിറ്റിംഗ് മോഡ്സ്, ഓരോ ഫിൽറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അത് ഇതിനെക്കാട്ടി ബെറ്ററാണ്. അത് 14 കാര്യമാണ് ഞാൻ ഇപ്പം പറയുന്നത്. കാരണം 15 എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും ബെറ്ററാണ്. 16 വെച്ച് ആക്ച്വലി ഞാൻ 14 കമ്പയർ ചെയ്യുന്നത് 15 വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഈ iPhone 16. ഓക്കെ, സോ ഇതൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു 84,000 ഇത് വേർത്തൊന്നുമല്ല. ഇത് ജസ്റ്റ് എന്താ പറയുക, ഡേ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ, അത്രയേ ഉള്ളൂ. യൂസ് ചെയ്യാനായിരുന്നാലും ബാറ്ററി ബാക്കപ്പ് ആയിരുന്നാലും ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ശോകമാണ്. 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടത്തുള്ളൂ, മനസ്സിലായി? 6 hours എന്താ പറയുക, അതും നോർമൽ യൂസിൽ. ഹാർഡ് കോർ യൂസൊക്കെ ആണെങ്കിൽ അതുപോലെ 3.5 4 hours ഒക്കെ ആവും, മനസ്സിലായില്ല? അത് പിന്നെയും കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ആയിരുന്നാലും ഡിസ്പ്ലേ ഒക്കെ എന്ന് പറയാൻ എന്താ പറയുക, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ല. കാണുമ്പോൾ തന്നെ ഇതെന്തോ ഇങ്ങനത്തുള്ളൊരു രീതിയിലുള്ള ഡിസ്പ്ലേസ് ആണ്. അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണ്. സോ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കൊടുത്ത് ഇതെന്താ പറയുക, അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? കാരണം എന്താ ഒന്നും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ശോകമാണ്. ഇപ്പം വീഡിയോ ആയിരുന്നാലും ഞാൻ കുറച്ച് നേരത്തെ ലൈക്ക് എൻ്റെ ഒരു സെറ്റപ്പിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ 30 FPS 4K 30 FPS ഷൂട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഷൂട്ട് ചെയ്ത സമയത്ത് ലൈക്ക് ഫ്ലിക്കറിങ് വരുന്നുണ്ട്. എന്തിനാണ്? എൻ്റെ പോലും ഫ്ലിക്കറിങ് ഇല്ല. എൻ്റെ Realme GT2 ആണ്, അതിൽ പോലും ഫ്ലിക്കറിങ് ഇല്ല. സോ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിക്കറിങ് വരുന്നുണ്ട്. എന്തിനാണ് ഫ്ലിക്കറിങ് വരുന്നത്? നോ ഐഡിയ. സോ ഇതൊക്കെയാണ് iPhone 16 ഒരു ലോങ് ടേം റിവ്യൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.